എടാ അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ്. ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അതിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. എടാ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെഡ് ഇൻവേഴ്സ്. ഇത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് സെഡ് ബാർ ബൈ മോഡ് സെഡ് സ്ക്വയർ ആണ്. സോ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. സോ ഇത് സെഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ കോംപ്ലക്സ് നമ്പർ 3 + 4i ആണെങ്കിൽ സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 4i ആണ്. അതായത് ഈ ഇമാജിനറി പാർട്ടിന് മുമ്പിൽ വരുന്ന സൈൻ എന്താക്കുക? ഓപ്പോസിറ്റ് ആക്കുക. പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. സോ കോൺജുഗേറ്റ് കിട്ടി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? മോഡ് സെഡ് സ്ക്വയർ ആണ്. എടാ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡ് സെഡ് നമുക്കറിയാം √(a² + b². അങ്ങനെയാണെങ്കിൽ മോഡ് സെഡ് സ്ക്വയർ എന്തായിരിക്കും? ഇമാജിനറി പാർട്ടിന്റെയും റിയൽ പാർട്ടിന്റെയും സ്ക്വയറിന്റെ സം ആണ്. വിച്ച് മീൻസ് റിയൽ പാർട്ട് ഇവിടെ 3 ആണ്, ഇമാജിനറി പാർട്ട് 4 ആണ്. അതിന്റെ സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. സോ റിയൽ പാർട്ട് 3 ആയതുകൊണ്ട് 3ന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് 4 ആയതുകൊണ്ട് സ്ക്വയർ ചെയ്യുന്നു. 3² + 4² എന്ന് പറയുമ്പോൾ 9 + 16 which is equal to 25. രണ്ട് വാല്യൂസും കിട്ടി, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ z ഇൻവേഴ്സ് is equal to z ബാർ എന്ന് പറയുമ്പോൾ 3 - 4i വന്നു ബൈ മോഡ് സെഡ് സ്ക്വയർ 25. നമുക്ക് ഇതിനെ a+ib ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്താലും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 3/25 - 4/25i. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ തരാം. അതായത് ഈ കാണുന്ന കോംപ്ലക്സ് നമ്പറിന് z is equal to 1 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റ് ചെയ്യാം കേട്ടോ.